ഭൂപടത്തിൽ ഇല്ലാത്ത ഒരിടം എന്ന ചിത്രത്തിന് ശേഷം നായികയായി അഭിനയിക്കുന്ന ചിത്രമാണ് Omega.exe എന്ന ചിത്രം. ഇനിയേക്ക് ഈ സിനിമയിൽ പേരായി ലഭിച്ചിരിക്കുന്നത് മലയാള സിനിമയിലെ ദീർഘകാല പരിചയമുള്ള വിനീത് എന്ന നടനെയാണ്. അതോടൊപ്പം തന്നെ കന്നഡ സിനിമയിലെ മികച്ച താരമായ ഹരീഷ് രാജ്, അതുപോലെ പുതുതലമുറയിലെ സഞ്ജു, അതുപോലെ തന്നെ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചും പാടിയുമൊക്കെ പരിചയമുള്ള കൃഷ്ണേന്ദ്രൻ ചേട്ടൻ, പിന്നെ പുതുമുഖ സംവിധായകൻ. എന്താണ് ഈ ചിത്രത്തിലെ അനുഭവങ്ങൾ എന്ന് പറയാം? എനിക്ക് വളരെ ഒരു സ്പെഷ്യൽ മൂവി ആയിട്ടാണ് തോന്നിയത്. കാരണം അഭിനയിച്ച് പരിചയമുള്ള കുറേ സീനിയർ താരങ്ങളും അതോടൊപ്പം തന്നെ പുതിയ ജനറേഷനിലുള്ള കോ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലൊരു സന്തോഷമുണ്ട്. പിന്നെ ഇതിലെ ക്യാരക്ടർ അലീനയെ കുറിച്ച് പറയുകയാണെങ്കിൽ വെരി ഫസ്റ്റ് എനിക്ക് എൻ്റെ മെയിലിലായിരുന്നു ഡീറ്റെയിൽസ്, ക്യാരക്ടറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അയച്ചു തന്നത്. അപ്പോൾ വായിച്ചപ്പോഴത്തേക്കും ഇതിനകത്ത് ഒരു ആക്ടിങ് ഓറിയൻറ്റഡ് ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടറായിരുന്നു അലീന. സോ അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ എന്തുകൊണ്ടും എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മൂവിയിലേക്ക് വരുന്നത്. ഈ ചലച്ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു മർഡർ മിസ്റ്ററിയിലൂടെ കടന്നു പോകുന്ന യുവാക്കളുടെ കഥയാണ്. ഈ പ്രമേയത്തെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു സസ്പെൻസിന് വളരെയധികം പ്രാധാന്യമുള്ള ചിത്രമാണ്. എങ്ങനെയാണ് ഒരു സംവിധായകൻ എന്ന രീതിയിൽ അതിന് നടത്തിയിട്ടുള്ള റെഫറൻസുകളെ കുറിച്ചെന്ന് പറയാം? റെഫറൻസ് എൻ്റെ ഗുരു ഷാജി കൈലാസാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ 8 വർഷത്തോളം അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. നരസിംഹം തൊട്ട് ഡോൺ വരെ പുള്ളിയുടെ കൂടെ കീഴിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അതിന് മുന്നേ ഞാൻ മാക്ട ഫിലിം കളരിയിൽ നിന്നാണ് വന്നത്. പിന്നെ രഞ്ജിത്തേട്ടൻ്റെ കൂടെ എനിക്ക് ഈ വർക്കിംഗ് എക്സ്പീരിയൻസ് രഞ്ജിത്തേട്ടൻ്റെ കൂടെ ഒരു വളരെ നല്ല ടെക്നീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും അവരുടെ വർക്ക് കണ്ട് പഠിക്കാനും വളരെ നല്ലൊരു ഇതുണ്ട്. പിന്നെ ഫിലിം ഫെസ്റ്റിവലുകളെ ഞാൻ അൾട്ടിമേറ്റ്ലി ഒരു സിനിമ ആസ്വാദകനെ കഴിഞ്ഞ് കൂടുതൽ സിനിമയെ വളരെ പ്രണയിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് സിനിമ എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഇപ്പം ഇങ്ങനെ ഷാജി ഒരു കഥ പറയുമ്പോൾ അതിനകത്തൊരു വളരെ നല്ലൊരു സാധ്യതയുണ്ട്. ഒരു സസ്പെൻസിൻ്റെ ഒരു എലമെൻറ്റ് അതിനെ നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു സസ്പെൻസ് എലമെൻ്റ് ഉണ്ട്. അത് ക്രിയേറ്റീവ് അതിനെ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരു സിനിമ ഇപ്പം കണ്ട് പുറത്തിറങ്ങിയ ഒരുപാട് ആളുകൾ പറഞ്ഞു, ഇപ്പം ഇതൊരു മലയാള സിനിമയിൽ നമ്മൾ കണ്ട് പരിചയിച്ച് വന്നിരുന്ന ഒരു കഥാപറച്ചിൽ രീതിയും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പുതിയൊരു ശൈലി നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് തന്നെയാണ് പറയാം. IT മേഖലയിലാണ് ദീർഘകാലം പ്രവർത്തിച്ചതെന്ന് പറയുന്നു. എങ്ങനെയാണ് സിനിമയോടുണ്ടായ ഈ അഭിനിവേശം അല്ലെങ്കിൽ ഈ ചലച്ചിത്രത്തിൻ്റെ കഥയിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണത്തിലേക്ക് എത്തിച്ചേരുന്നത്? ഞാൻ അങ്ങനെ ഒരു അഭിനിവേശം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊരു വലിയൊരു സ്ട്രോങ് വേർഡായിരിക്കും. ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ ഇൻബോണായിട്ട് എനിക്ക് മൂവികൾ എനിക്ക് വളരെ താല്പര്യമുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ എല്ലാ മൂവികളും പോയി കാണുമായിരുന്നു. ഞാൻ ഞാൻ IT മുമ്പ് ഞാൻ കുറച്ച് നാൾ എയർഫോഴ്സിലുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിങ് പീരീഡിലേക്ക് ഓൾമോസ്റ്റ് ഒരു ദിവസം 2 പടം പോലും വെച്ച് ഞാൻ കാണുമായിരുന്നു. അപ്പോൾ ഞാൻ മൂവീനെ ഇപ്പം ബിനോയ് പറഞ്ഞ പോലെ മൂവീനെ പ്രണയിച്ച് എന്ന് വെച്ചാൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പം പക്ഷേ ഒരു പ്രേക്ഷകനായി കാണുമ്പോഴും ഞാൻ എപ്പോഴും അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലായിരുന്നു എനിക്ക് താല്പര്യം. മിക്കവാറും റൈറ്റിംഗ് അല്ലെങ്കിൽ അതിൻ്റെ പരസ്യകല. അപ്പോൾ അങ്ങനെ ഒരു ഉള്ളിലൊരു മോഹം ഉണ്ടായിരുന്നു. അപ്പോൾ IT നിന്ന് ഞാൻ ഒരു ബ്രേക്ക് എടുക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, ഒരു മോഹമായിരുന്നു, ഒരു സ്ക്രിപ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാനൊന്ന് എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാനൊരു കഥയൊന്നും ബാംഗ്ലൂരിലേക്കുള്ള ബസ് യാത്രയിൽ ഇങ്ങനെ ഇരുന്ന് ടെക്നിക്കലി ഞാനൊരു കഥയുണ്ടാക്കി ബിനോയുമായിട്ട് സംസാരിച്ചു. ഞാനൊന്ന് സ്ക്രിപ്റ്റ് ചെയ്ത് നോക്കി, യാതൊരു സയൻസും ഒന്നും നോക്കാതെ റോ ഫോമിൽ ഞാനൊന്ന് എഴുതി നോക്കിയല്ല, 1 ലൈനർ സീൻ ചെയ്ത് നോക്കി. പിന്നെ അത് ബിനോയുമായിട്ട് ഞങ്ങൾ റിഫൈൻ ചെയ്തു. പിന്നെ ഞാനെല്ലാം റോ ആയിട്ട് ഫുൾ സ്ക്രിപ്റ്റ് എഴുതി, ഫുള്ളി ബ്ലോണപ്പ് എഴുതി. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് സയൻസ് പഠിച്ചു. ഒരു 10-22 ബുക്കുകൾ ഞാനൊരു 1.5 മാസം കൊണ്ട് വായിച്ചു. കാരണം സയൻസ് മനസ്സിലാക്കാതെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പാടില്ല, ടെക്നിക്കലി മനസ്സിലാവണം, അല്ല ചുമ്മാ തോന്നിയ പോലെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഞാൻ ബുദ്ധിമുട്ടി അതെല്ലാം വായിച്ച് പഠിച്ച് നോട്ട് ചെയ്ത് പിന്നെ അതിലൂടെ ഞാൻ പല ഫിൽറ്ററിങ്ങിലൂടെ എൻ്റെ സ്ക്രിപ്റ്റിനെ കടത്തി വിട്ട്. അപ്പോൾ അവസാനം എല്ലാം ഒരു സയൻറ്റിഫിക് ആയിട്ട് അതിൻ്റെ ഒരു സ്ട്രക്ചറൽ രീതിയിൽ എനിക്ക് നന്നായി തോന്നിയപ്പോഴത്തേനുമാണ് ബിനോയുമായിട്ടുള്ള ഒരു 1.5 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ വർക്കിൽ ഞങ്ങളെല്ലാം വീണ്ടും റിഫൈൻ ചെയ്തു, ഡയലോഗ്സ് റിഫൈൻ ചെയ്തു, പിന്നെ ഓരോ സീൻസ് റിഫൈൻ ചെയ്തു, സ്ക്രീൻ പ്ലേ ആക്കി. എന്ന് പറഞ്ഞാൽ ബിനോയ് പറയുന്ന പോലെ ഒരു സ്ക്രീൻ പ്ലേ ആക്കി, ഒരു കളിയാക്കി. അത് എന്ന് പറഞ്ഞാൽ അതിൽ മോണോട്ടോണസ് ആയിട്ടുള്ള ഒന്നും വരാതെ ഒരു എല്ലാവർക്കും രസിക്കത്തക്ക രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്ലേ ആക്കി. അങ്ങനെയാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. ഇത്
ഇതിൽ മലയാള സിനിമയിലെ ദീർഘനാളത്തെ പരിചയമുള്ള വിനീത്, അതുപോലെ തന്നെ കൃഷ്ണേന്ദ്രൻ ചേട്ടൻ, പുതുമുഖ നടനായ സഞ്ജു, ഇവരെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പുതുതലമുറയിലെയും പഴയ തലമുറയുടെയും ഒരു സംഗമമുണ്ട്. ഒരു സംവിധായകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് ഇതിനെ എല്ലാം മാനേജ് ചെയ്തത്? ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ മലയാള സിനിമ ഇപ്പോൾ പോലും പൂർണ്ണമായിട്ട് യൂസ് ചെയ്യാത്ത, എന്നാൽ അവരുടെ കയ്യിൽ കാലങ്ങളോളം ഇരുന്ന ഒരു ശരിക്കും പുള്ളിനെ മനസ്സിലാക്കാത്ത ഒരു മേഖലയാണ് വിനീത് എന്ന് പറയുന്ന കലാകാരൻ. അസാധ്യമായിട്ടുള്ള അഭിനയ ചാതുര്യം, വളരെ നല്ല അഭിനയ ചാതുര്യമുള്ള വളരെ നല്ലൊരു കലാകാരൻ. അങ്ങനെ ഒരു കലാകാരൻ ഞങ്ങൾ ഈ കഥ ഇതിൻ്റെ വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ, ഈ കഥ വിനീത് എന്ന് പറയുന്ന കലാകാരന് മുന്നിൽ, ഒരു ആർട്ടിസ്റ്റിൻ്റെ മുന്നിൽ ഞങ്ങളിത് പറയാൻ ചെല്ലുന്നത് ഒരു ദിവസം 11 മണിക്കാണ്. രാവിലെ 11 മണിക്ക് ചെന്നിട്ട് ഞങ്ങൾ ആ കഥ പറഞ്ഞ് അവസാനിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രി 8:30 അത്രയും സമയം ഞങ്ങൾക്കൊപ്പം ഈ കഥ കേൾക്കുകയും ആ കഥയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളോട് പറയുകയും ചെയ്ത് ഞങ്ങൾക്ക് വളരെയധികം സമയം ഈ കഥയിൽ അദ്ദേഹം ഇൻവോൾവ് ആയി. അങ്ങനെ ഒരു ആർട്ടിസ്റ്റും മലയാള സിനിമയിൽ ഇന്ന് വരെ ഒരു ആർട്ടിസ്റ്റും ഈ ഇത്ര സമയം ഒരു കഥയിൽ ഒരു പുതിയ ഒരാൾ കഥയെ പറയുമ്പോൾ, ഇപ്പോൾ ഷാജിക്ക് അത് പറയാൻ ഒരുപാട് വന്നു. പുതിയ ഒരാൾ ഒരു കഥ പറയുമ്പോൾ അതിനെ കേൾക്കാനും എനിക്ക് പല നടന്മാരിൽ നിന്നും കിട്ടിയ അനുഭവം, ഒരു 5 മിനിറ്റ് കൊണ്ട് കഥ പറഞ്ഞു തരാമോ, ഒരു 2 മിനിറ്റ് തരാമോ, ഇങ്ങനെയൊക്കെയുള്ള വളരെ ചെറിയ, അവർക്ക് സമയമില്ല. പക്ഷെ ഇത് വളരെയധികം ശ്രദ്ധിച്ച് കഥയെ കേട്ട് അതിൻ്റെ ഒരു ഗുണം ഈ സിനിമയെ ഈ കാണുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകും. അതിൻ്റെ ഈ സിനിമയുടെ വലിയൊരു നെടുന്തൂണാണ് വിനീത്.